അൽഹംദുലില്ലാ വിശുദ്ധ മക്കയിൽ നിന്ന് പുറപ്പെട്ടു ഞങ്ങൾ. ജബലുന്നൂർ പർവ്വതത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇൻഷാ അല്ലാഹ് കയറാൻ കഴിയില്ല, പ്രായം കുറേ ആയില്ലേ, അപ്പോൾ അതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ജബലുന്നൂറിലേക്ക് പോകുന്നു. വെള്ളക്കട്ടകള് ഇങ്ങനെ ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പോയി അതൊക്കെ റൗണ്ട് അടിച്ച് കയറണം. നമ്മുടെ ആ തലമണ്ടന്റെ മുകളിൽ 1.5 മണിക്കൂർ അങ്ങോട്ടും 1.5 മണിക്കൂർ ഇങ്ങോട്ടും 3 മണിക്കൂർ തിരിഞ്ഞ് കയറണം. 3 മണിക്കൂറിന് എത്തും. 3 മണിക്കൂർ പ്രയാണങ്ങൾക്ക് എത്തൂല. 4-5 പർവ്വതം കാണുന്നു. ഏതായാലും ശാഖകൾ നിർത്തി കാട്ടി കൊടുക്കും. മാഷാ അല്ലാഹ് ജബലുന്നൂർ പർവ്വതത്തിലേക്ക് ഏറ്റവും വലിയ പർവ്വതത്തിന് മുകളിലേക്കാണ് കയറുന്നത്. ഹിറാ പർവ്വതം, ഹിറാ ഗുഹ, ബീബി ഖദീജ റളിയല്ലാഹു അൻഹ കിലോമീറ്ററുകളോളം താണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം ദിവസത്തിൽ 2-3 പ്രാവശ്യം കൊണ്ടുപോയി കൊടുത്ത പർവ്വതമാണ്. വളരെ വാർദ്ധക്യകാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ടുള്ളത്. എന്നാലും പ്രായം വകവെക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തവരാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല മഹദിയോടൊപ്പം നമ്മളെയും സ്വർഗ്ഗത്തിൻ്റെ അധികാരക്കൊട്ടകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യമാർക്കും അല്ലാഹു തആല അതുപോലെയുള്ള പദവികൾ അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതാ കാണുന്ന ഏറ്റവും ഉയരത്തിലുള്ള പർവ്വതമാണ്. അവിടത്തേക്കാണ് ബീബി ഖദീജ റളിയല്ലാഹു അൻഹ സൂമാക്കി നോക്കുമ്പോൾ മാത്രം അത്രക്കും ദൂരമുണ്ട്. ചെറുതായിട്ട് കാണുന്നുള്ളൂ. അതിൻ്റെ മുകളിൽ ആൾക്കാരിങ്ങനെ കാണുന്നുണ്ട്. ഒരു പുല്ല് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാണുന്നുണ്ടാവും, പലരും കാണുന്നുണ്ടാവും. അതാണ് കാണിക്കുന്നത്, ചെറുങ്ങനെ കാണിക്കുന്നുണ്ട്.